കാനിഡെ കുടുംബത്തിൽപ്പെട്ടവയാണ് നായ്ക്കളും ചെന്നായ്ക്കളും കുറുനരിയും. വംശനാശ ഭീഷണി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സസ്തനി കുടുംബമാണ് കാനിഡെ. ഇതിൽ കൗശലക്കാരൻ എന്ന് പ്രശസ്തി ആർജിച്ച ഒരു വർഗമാണ് കാനിസ് ലൂപ്പസ് പെലിപ്പസ് അഥവാ ചെന്നായ്ക്കൾ. ചാരനിറത്തിലുള്ള രോമങ്ങൾ, വെള്ള അടിഭാഗം, നീണ്ട മൂക്ക്, ചെറിയ നിവർന്നു നിൽക്കുന്ന ചെവികൾ, നീണ്ട കുറ്റിച്ചെടി പോലുള്ള വാലുകൾ, മഞ്ഞ കണ്ണുകൾ ഇവയുടെ വലിയ പ്രത്യേകതകളാണ്. ഇവയ്ക്ക് ചെറിയ രോമങ്ങളും ശരീരത്തെക്കാൾ വിളറിയ കാലുകളുമാണ് കാണപ്പെടുന്നത്. വംശനാശ ഭീഷണി നേരിടുന്നവയും കൂടിയാണ് ചെന്നായ്ക്കൾ. ഇവ മിക്കപ്പോഴും 6 മുതൽ 8 വരെയുള്ള അംഗങ്ങളായാണ് സഞ്ചരിക്കാറുള്ളത്. 25 പേരടങ്ങുന്ന സംഘങ്ങളായി സഞ്ചരിക്കാറുണ്ട്. ഇവയുടെ പ്രജനന കാലം ഒക്ടോബർ പകുതി മുതൽ ഡിസംബർ അവസാനം വരെയാണ്. ഇവയുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എലികൾ, മുയലുകൾ, ഉറുമ്പുകൾ എന്നിവയെ ഇരയാക്കുന്നു. ഇവ രാത്രി സഞ്ചാരികളാണ്. സന്ധ്യ മുതൽ പ്രഭാതം വരെ വേട്ടയാടുകയാണ് ഇവയുടെ പതിവ്. വ്യത്യസ്ത ഇരകളെ വേട്ടയാടാൻ വ്യത്യസ്ത തന്ത്രങ്ങൾ ഇവ ഉപയോഗിക്കുന്നു. ആൺ ചെന്നായ്ക്കളുടെ ശരീരഭാരം 43 മുതൽ 45 കിലോഗ്രാം വരെ ആണ്. പെൺചെന്നായ്ക്കൾക്ക് 36 മുതൽ 39 കിലോഗ്രാമും. ഇവ വളർത്തുനായയുടെ പൂർവികർ എന്ന് വിളിപ്പേരുണ്ട്. പ്രായപൂർത്തിയായ ചെന്നായ്ക്കൾ ഒരു പ്രസവത്തിൽ 5-6 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. ഇവയ്ക്ക് ദൂരെ നിന്ന് പരസ്പരം ആശയവിനിമയം നടത്താനും സാധിക്കും. ഇവ അലറിക്കൊണ്ട് ആശയവിനിമയം നടത്താറുണ്ട്. ഇവ അതിരുകൾ രേഖപ്പെടുത്താനും അലറുന്നു. ഇവയുടെ ആയുസ് 15 മുതൽ 20 വർഷം വരെയാണ്. ഇവയ്ക്ക് വളരെ മൂർച്ചയുള്ള പല്ലുകൾ ഉള്ളതിനാൽ വേട്ടയാടുന്ന മൃഗങ്ങളിൽ നിന്നും നിഷ്പ്രയാസം വലിയ മാംസങ്ങൾ കടിച്ചു കീറാൻ സാധിക്കും. ശാസ്ത്രലോകം പുരോഗമിച്ചതോടെ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ വിജയം കൊണ്ട ഒന്നാണ് 12,500 വർഷങ്ങൾക്ക് മുൻപ് മൺമറഞ്ഞ ചെന്നായ ഇനത്തിൽപ്പെട്ട ഡയറുൾഫ് എന്ന ചെന്നായയെ ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ പുനഃസൃഷ്ടിച്ചത്. ഇത് US ബയോടെക് കമ്പനിയായ കൊളാസൽ ബയോസയൻസ് ആണ് ഡയറുൾഫ് എന്ന ചെന്നായ ഇനത്തെ വീണ്ടും പുനഃസൃഷ്ടിച്ചത്. ഇത് ഡയറുൾഫ് അല്ലെന്നും ഇന്നത്തെ കാലത്തെ ചെന്നായ്ക്കളുടെ വംശങ്ങളാണെന്നും മറ്റു ശാസ്ത്രജ്ഞന്മാർ വിമർശനം ഉന്നയിച്ചിരുന്നു.